ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്നത് നമ്മുടെ ബ്ലാക്ക് റോസ്, വെൽവെറ്റ് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ ബഡ് ചെയ്തതാണ്, ഓൺ റൂട്ട് പ്ലാന്റ് അല്ല, അത് നമ്മൾ എടുത്ത് പറയാണ്. അതിൻ്റെ 8 ഇഞ്ച് 10 ഇഞ്ച് പോട്ടിനകത്ത് വരുന്ന വലിയ ചെടികളാണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്തവണ അതിനകത്ത് ചെറിയ പ്ലാന്റ്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ 230 രൂപയാണ് കേട്ടോ നമ്മുടെ ഈ ചെടിയുടെ വില വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയാക്കിയിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. പലരും പറയാറുണ്ട്, നമ്മൾ നഴ്സറികളിൽ നിന്നും മേടിക്കുന്ന ചെടികളെല്ലാം ആ ഒരു പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ അതൊക്കെ വെറുതെയാണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ഇത് സൂക്ഷിച്ചെടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കളോട് കൂടി തന്നെ നിൽക്കും. പ്രധാനമായിട്ടും നമ്മുടെ മണ്ണിൻ്റെയൊക്കെ സ്വഭാവം നമ്മുടെ ഇടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലെ മണ്ണ് കുറച്ചെടുത്തിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുക. അപ്പോൾ അതിലെ pH ഘടകങ്ങളും മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അളവൊക്കെ ഒന്നറിയാൻ പറ്റും. പലപ്പോഴും മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അളവ് കുറഞ്ഞു പോയാലാണ് ചെടികളിൽ പൂക്കളുണ്ടാവുന്നത് കുറയുന്നത്. പിന്നെ ഇതിനകത്ത് ഇലമഞ്ഞൾപ്പിനൊക്കെ നമ്മൾ ഇത്തിരി ഫംഗിസൈഡൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ടുള്ള കുറച്ച് ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ പൂക്കൾ കിട്ടാനൊക്കെ ആയിട്ട് കുറച്ച് സീക്രട്ട് ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പതിയെ ഓരോന്നായിട്ട് ഓരോ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് ഒരു 1.5 മാസം മുന്നേ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലാക്ക് റോസിന് ബുക്കിംഗ് ഒക്കെ നടന്നിരുന്നു. അപ്പോൾ അവരുടെ അടുത്തെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന്റ് വരാൻ ഇത്തിരി ഡിലേ വരും എന്നുള്ളത്. അപ്പോൾ അവർക്കുള്ള പ്ലാന്റ്സൊക്കെ നമ്മളത് അയച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനകത്ത് 10 ബ്ലാക്ക് റോസ് അടക്കം എടുത്തവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ അയച്ചത് ഹെൽത്തി പ്ലാന്റ്സ് കിട്ടി എന്ന് പറഞ്ഞിട്ട് നല്ല റിപ്ലൈസാണ് നമുക്ക് വരുന്നത്. പിന്നെ ഇപ്പോൾ ഒന്ന് അത്യാവശ്യം മഴയുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ചെടി ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പുറത്ത് വയ്ക്കുക, രാത്രി മഴ കൊള്ളാൻ പാകത്തിനുള്ള ഏരിയയിൽ. എത്രയൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും അതിനകത്ത് നിന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിന് അതൊരു പ്രത്യേക ഒരു കാര്യമാണല്ലേ. അപ്പോൾ പെട്ടെന്ന് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടുന്ന ഭാഗത്തൊന്ന് മാറ്റി വയ്ക്കുക. 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ചെടികളെല്ലാം ഉഷാറായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ 1 ദിവസം 2 ദിവസമൊക്കെ ബോക്സിനകത്ത് ഇരുന്ന് പോകുന്ന ചെടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലെത്തിയ ചെറിയ രീതിയിലൊന്ന് സാഫൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാട്ടോ. പിന്നെ ബ്ലാക്ക് റോസ് അത്യാവശ്യം ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ്, മാക്സിമം നിങ്ങളൊരു വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒക്കെ ആയിട്ട് ബ്ലാക്ക് റോസ് ആവശ്യമുള്ളവർ, ഓരോ ആഴ്ചയിലും ആവശ്യമുള്ളവർ ഒന്ന് ബുക്കിംഗ് തരിക നമുക്ക്. നമ്മൾ ശനിയാഴ്ചയാണ് ബാംഗ്ലൂർ പോകുന്നതും പ്ലാന്റ് എടുക്കുന്നതും, തിങ്കളാഴ്ചയാണ് നമ്മുടെ ലോഡ് വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര പ്ലാന്റ്സ് വേണോ അങ്ങനെ ഓർഡർ അനുസരിച്ചിട്ടുള്ളവർക്ക് നമ്മൾ അങ്ങനെ എടുത്ത് കൊടുക്കും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വളരെ കുറഞ്ഞ പ്ലാന്റ് ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് കിട്ടിയാലും ബ്ലാക്ക് റോസ് ആയതുകൊണ്ട് തന്നെ ബൾക്കായിട്ട് നഴ്സറികളിലേക്കെല്ലാം പോകുന്നവർ നല്ല രീതിയിൽ എടുത്ത് കൊണ്ടുപോകും. അപ്പോൾ നമുക്കും ഒരുപാട് സ്റ്റോക്ക് വെക്കാനായിട്ട് കിട്ടാറില്ല. അപ്പോൾ ഇതൊക്കെ പ്രീ ബുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ആവശ്യമുള്ളവർ ഇത്രയും വലിയ ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിനകത്ത് മെസ്സേജ് അയച്ചിട്ടോളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.